ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസത്തെ നോമ്പുതുറ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ചെറിയൊരു മഴയൊക്കെ ലഭിക്കാറുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ കുറച്ച് നല്ല മഴ കിട്ടും അങ്ങനെ. പക്ഷേ ചൂടിന് വലിയ കുറവൊന്നുമില്ല കേട്ടോ. എന്തായാലും ഞാൻ ഇന്ന് കുഞ്ഞാവേനെയും കൊണ്ട് കേട്ടോ കിച്ചണിലായിട്ട് വന്നത്. കുഞ്ഞാവ് ഈ സമയത്ത് ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് ചെയ്തു വയ്ക്കാവുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്നതൊക്കെ ചെയ്തു വെച്ചു. അത് അപ്പോഴേക്കും കുഞ്ഞാവ് കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ ഞാനോട് വിചാരിച്ചു മറ്റേ ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ചക്കപ്പഴം കൊണ്ടുള്ളൊരു വട്ടയപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ. അപ്പോൾ അത് നല്ല നല്ല ടേസ്റ്റുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് നേരത്തേക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പം ചക്കപ്പഴമൊക്കെ കിട്ടി തുടങ്ങിയ പിന്നെ ഇപ്പോഴല്ലേ നമ്മൾ കുറച്ചധികം കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യണം. അപ്പോഴേക്കും കുഞ്ഞാവ് എണീറ്റു കേട്ടോ. ഈ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളയണ സമയത്തിന്, ചക്കയുടെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളയാനത്തിന് കുഞ്ഞാവ് എണീറ്റു. അപ്പോൾ ചെന്നപ്പോഴുണ്ട് കുറേ കാക്കകളൊക്കെ. അവർക്ക് ഇങ്ങനെ കാക്കകളെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതേ പൊട്ടുവെള്ളരിയാണെന്ന് എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ ചക്ക നന്നാക്കിക്കൊണ്ട് വന്നപ്പോഴത്തേനും പൊട്ടുവെള്ളരി നന്നായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടുവെള്ളരി വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പൊട്ടുവെള്ളരിയുടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ല ശരീരത്തിനൊക്കെ നല്ല തണുപ്പ് കിട്ടാനും ഈ റമദാൻ മാസത്തിലൊക്കെ കുടിക്കാൻ പറ്റും നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ പൊട്ടുവെള്ളരി കൊണ്ടുള്ളത്. അപ്പോൾ ചക്ക വട്ടയപ്പം തന്നെയാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കിയതിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചക്കയുടെ ആ കുരുവും ചവണിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചക്കപ്പഴത്തിൻ്റെ. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒരു കപ്പ് ചക്ക ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അരക്കപ്പ് ശർക്കരപ്പാനിയും പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഒരു കുറച്ചൊന്ന് ഇങ്ങനെ പൊന്തിരിക്കുന്ന രീതിയിലാണ് കേട്ടോ എടുക്കാനായിട്ട് ചക്ക എടുക്കുമ്പോഴേ. കാരണം നമുക്ക് ആ ഒരു കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല ചക്കയുടെ ഇതിനകത്തേ. പിന്നെ ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണൊക്കെ മറ്റേ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുത്തപ്പോൾ നല്ലപോലെ പണി കിട്ടി. നമ്മുടെ മിക്സിയുടെ മേളത്തെ കണ്ടാവും കത്തിപ്പോകും പോലെ, അത് എന്താണോ എന്തോ അങ്ങനെ വന്നു. കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷമല്ല, 2 വർഷം മുമ്പ് ഒരു പ്രാവശ്യം ഇങ്ങനെ പോയിട്ടുണ്ട്. എന്തായാലും അപ്പോൾ മിക്സിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പോൾ എന്തായാലും എനിക്ക് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു ബൗളിലിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കണത് അരക്കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ വെള്ളം കുറച്ച് കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് ഒരുപാട് ലൂസായിട്ടുള്ളതല്ല, എന്നാൽ ഇച്ചിരി ഒരു അയവെള്ള ടൈപ്പിലുള്ള മാവ് വേണം കേട്ടോ കിട്ടാനായിട്ട്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. സോഡാപ്പൊടി ചേർക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു സോഫ്റ്റായിട്ടും ഒക്കെ കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതൊരു എണ്ണ തടവിയിട്ടുള്ള ഒരു ടിന്നിലിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു പ്ലേറ്റൊക്കെ ഇല്ലേ, സ്റ്റീലിൻ്റെയൊക്കെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കേക്ക് ടിന്നിലിട്ട് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്ക് ടിന്നിൽ എല്ലാ വസ്തുവിടെയും എണ്ണയൊക്കെ തേച്ച് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ലെവൽ ചെയ്ത് കൊടുത്തിട്ട് മുകളിൽ കുറച്ച് കാഷ്നട്ട്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്, കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണല്ലോ അങ്ങനെ. അപ്പോൾ അതായത് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, സ്റ്റീമറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 20 മിനിറ്റൊക്കെ വേണ്ടി വരും കേട്ടോ ഇത് കുക്കായി വരാനായിട്ട്. അപ്പോൾ കുക്കായി വന്നിട്ടുണ്ടോ നടുക്കൊന്ന് കുത്തി നോക്കുക. അപ്പോൾ കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ചക്ക വട്ടയപ്പം ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം കഴിക്കാനായിട്ടോ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ആദ്യം ഉണ്ടാക്കി വെച്ചത് കേട്ടോ.
പിന്നെ അടുത്തൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് കൂടുതലും ഈ മധുരമുള്ള സ്നാക്കിനേക്കാളും ഇഷ്ടം എരിവുള്ള സ്പൈസി ആയിട്ടുള്ള സ്നാക്കാണ്. ഭയങ്കര എരിവൊന്നല്ല, എന്നാലും ഈ സോസൊക്കെ മുക്കി കഴിക്കാൻ പറ്റിയ അതുപോലത്തെ സ്നാക്സാണ് ഇഷ്ടം. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനത്തെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരു ബൗളിലായിട്ട് 1 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, നോർമൽ പച്ചവെള്ളം തന്നെയാട്ടോ എടുത്തിരിക്കുന്നത്, അതും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ ഒരു എണ്ണ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. ഈ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയത്തിന് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലായിട്ട് പാൻ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണ എന്നല്ല കേട്ടോ, ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. നമ്മൾ കൂടുതലും വെളിച്ചെണ്ണ ഉപയോഗിക്കണതിനോട് അങ്ങനെ ഇവിടെ പറഞ്ഞു പോയതാ കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് പൊടിയായിട്ട് അരിഞ്ഞ 2 സവോള, അതുപോലെ ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിനകത്തേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാലയാണ് കേട്ടോ ചേർക്കണത്. അപ്പോൾ മീറ്റ് മസാലയ്ക്ക് പകരമായിട്ട് ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഫിഷ് മസാല വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. കാരണം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കണത് ഫിഷാണ് ചേർക്കണത്. ഫിഷ് പൊരിച്ചിട്ടുള്ള ഫിഷ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ, ഫിഷ് മസാല, മീറ്റ് മസാല, അങ്ങനെ അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഇതൊന്നുമില്ല. അപ്പോൾ എനിക്കിതിപ്പോൾ മീറ്റ് മസാല നല്ലതായിട്ടാട്ടോ തോന്നിയത്. അപ്പോൾ ഇത് ഫിഷിൻ്റെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ചൊരു തേങ്ങ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തു. പിന്നെ മീൻ പൊരിച്ചിട്ട് അതൊന്ന് പിച്ചിയെടുക്കില്ലേ, അതിന് മുള്ളൊക്കെ കളഞ്ഞിട്ട് പിച്ചിയെടുത്ത മുള്ളും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സാക്കി എടുത്തു. അപ്പോൾ നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾ ആദ്യം കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ, അതിൽ നിന്നും ഒരു പകുതി ഞാനങ്ങോട്ട് എടുത്തു കേട്ടോ. അത് 2ആയിട്ട് പകുതിച്ചിട്ട് അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കട്ടി കുറയല്ല, എന്നാലും അത്യാവശ്യം കട്ടി കുറഞ്ഞ് നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഈ ടിന്നിൻ്റെയൊക്കെ അടപ്പൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ പുട്ട്, ഈ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കണതിൻ്റെ മുകളിലുള്ള അടപ്പുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫിഷ് മസാലയിൽ നിന്നും 1-2 ടേബിൾ സ്പൂൺ വച്ച് കൊടുക്കാം. പുറത്തേക്ക് പോവാത്ത രീതിയിൽ വെച്ച് കൊടുക്കാം. പിന്നെ മൈദ ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരു ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. എന്നിട്ട് അടുത്ത ഒരെണ്ണം ഉണ്ടാക്കിയത് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ അടച്ചു കൊടുക്കാം. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇറച്ചിപ്പത്തിരി എന്നൊക്കെ പറയുന്ന ആ ഒരു മീൻ പത്തിരി, അങ്ങനെ വേണം പറയാൻ, ആ ഒരു ഇതിനകത്താക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊരു ഡിസൈനൊക്കെ വേണമെങ്കിൽ ഡിസൈനൊക്കെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ 2 ഗുണമുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ നന്നായിട്ട് എന്താ പറയുക, ഒട്ടും ഈ മസാല ഒന്നും പുറത്ത് പോകാണ്ട് നല്ല പോലെ അടഞ്ഞിരുന്നോളും. അതുപോലെ തന്നെ കാണാനാണെങ്കിലും കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാതും ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഞാനൊരു സ്റ്റീൽ പാത്രത്തിലായിട്ടാണ് ഇത് അടുക്കി വയ്ക്കുന്നത്. അപ്പോൾ സ്റ്റീൽ പാത്രത്തിലാണെങ്കിലും കുറച്ചൊരു എന്താ പറയുക മൈദ ഇട്ടിട്ട് വേണം അത് അടുക്കി വയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ മൊത്തത്തെ പടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോകുമല്ലോ. അപ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മൈദ ഇട്ടിട്ട് വേണം വയ്ക്കാനായിട്ട്. അതുപോലെ ഇത് നമ്മൾ പരത്തിയെടുക്കുമ്പോഴാണെങ്കിലും മൈദ തൂവിയിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ അങ്ങനെ തന്നെയല്ലോ, ചപ്പാത്തിക്ക് മറ്റേ ആട്ടപ്പൊടി ഇങ്ങനെ വെതറിയിട്ട് തന്നെയാണല്ലോ പരത്തിയെടുക്കണത് എന്ന് പറഞ്ഞ പോലെ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഷേപ്പൊക്കെ ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലുണ്ടാക്കിയെന്നുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലൊരു ഷേപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മുട്ട ഇതുപോലെ ഒന്ന് ഉടച്ച് ഇങ്ങനെ എടുക്കില്ലേ, അങ്ങനെ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പതിപ്പിച്ചെടുക്കുക. അപ്പോൾ അതിനകത്തേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ആ ഒരു കോട്ട് ചെയ്യണ രീതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പക്ഷേ ഇങ്ങനെ ആക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് 2 വശവും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നുണ്ടാക്കിയ 2 സ്നാക്കും നല്ല ടേസ്റ്റി തന്നെയാണ്. പിന്നെ ചക്ക കൊണ്ടുള്ളതാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഹെൽത്തി സ്നാക്ക് അങ്ങനെ വേണം. പക്ഷേ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമാവണത് ഈ ഒരു സ്നാക്കാണ് കേട്ടോ. ഈ മീൻ ഫില്ലിങ് വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്കാണ് എല്ലാവർക്കും തന്നെ ഇഷ്ടമാവണത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. ചക്ക വട്ടയപ്പം വെന്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക കേട്ടോ. കുത്തി നോക്കിയപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് എന്താ പറയുക, അതിനകത്തൊന്നും ആ ഒരു സ്റ്റീലിൻ്റെ ആ ഒരു ഇതിനകത്തൊന്നും പറ്റണമൊന്നുമില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലിട്ട് കൊട്ടിയിട്ടു കേട്ടോ. പക്ഷേ ഇതിപ്പോൾ കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ കഴിക്കാമെന്ന് വെച്ചാൽ നല്ല ചൂടാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഒട്ടിപ്പ് പോലെ തോന്നും. പക്ഷേ ആ സമയം കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ഇങ്ങനെ വന്നത്. അപ്പോൾ അതിന് ഇത് ഉണ്ടാക്കി വെച്ചപ്പോൾ തന്നെ കഴിക്കുമ്പോൾ അയ്യോ ഇത് ഒട്ടിപ്പാണ്, വെന്തിട്ടില്ല എന്ന് വിചാരിക്കേണ്ട, അത് വെന്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി, അതാണ്. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയെടുക്കണത് അപ്പം കേട്ടോ ഇന്ന് ഉണ്ടാക്കണത്. അപ്പോൾ അതാ കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു പൊടി വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കണത്. വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലായിട്ട് ഇപ്പോൾ ഞാനിത് മൊത്തം പൊടി എടുത്തു കേട്ടോ. എത്രയാണോ പൊടി എടുക്കണത് അത്ര മൊത്തം ഒരു 1/2 കിലോ ഉണ്ട് ഇത് പൊടി, അത് മൊത്തം എടുത്തു. പിന്നെ അതിനകത്തേക്ക് ഒരു 3 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുക, അതങ്ങോട്ട് അടിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് അപ്പം ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അപ്പം ചുടുന്നത് ഞാൻ ആ കഴിക്കുന്ന സമയമാകുമ്പോഴാട്ടോ ചുട്ടെടുക്കണത്. കാരണം അതാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം, കഴിക്കുന്ന സമയമാകുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ അരച്ച് വയ്ക്കും, എന്നിട്ട് 1 മണിക്കൂറിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതെല്ലാതും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് പൊട്ടുവെള്ളരിയുടെ ജ്യൂസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൊട്ടുവെള്ളരിയുടെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലും പഞ്ചസാരയും പൊട്ടുവെള്ളരിയും അത്രയേ ഉള്ളൂ. അത് ജ്യൂസാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കണം മാത്രമേ ഉള്ളൂ. മിക്സിയിൽ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മിക്സി കംപ്ലൈൻറ്റ് ആയല്ലോ പിന്നെ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ഡേറ്റ്സൊക്കെ മേടിച്ച് കൊടുന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനൊരു ടിന്നിലേട്ടൊക്കെ ഇട്ട് മാറ്റി വയ്ക്കുവാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാൻ പാകത്തിന്, ബാക്കിയുള്ളത് അങ്ങനെ തന്നെ എടുത്തു വയ്ക്കും. അപ്പോൾ അതെല്ലാതും ടേബിളിലേട്ടൊക്കെ കൊണ്ടുപോയി വയ്ക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അപ്പം ചുട്ടെടുക്കണം. അപ്പോൾ അപ്പത്തിനാണെങ്കിലും ഞാൻ ഇതുപോലെ 2 ചട്ടി അങ്ങോട്ട് വയ്ക്കുവാണ് കേട്ടോ. കാരണം എന്നാലാണ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചുട്ടെടുക്കാൻ പറ്റുമല്ലോ 2 പാത്രത്തിലായിട്ട്. അല്ലെങ്കിൽ അവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നോക്കിക്കേണ്ട വരും. അപ്പോൾ 2 എണ്ണത്തിലാകുമ്പോൾ പടപടയെന്നും പറയുന്നത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരെണ്ണം നമ്മുടെ പാലപ്പം ചട്ടി, നമ്മുടെ കുഴിയുള്ള ടൈപ്പ് ചട്ടിയാണ്. അപ്പോൾ അതിനകത്ത് ഈ 2 രീതിയിലും ചുട്ടെടുക്കുന്നുണ്ട്. എങ്ങനെ ചുട്ടെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ അപ്പത്തിന് എന്താ പറയുക, അരി വെള്ളത്തിലിടണം, പിന്നെ തേങ്ങ ചിരകണം, അതുപോലെ ചോറ് വേണം, ഇതൊക്കെ വേണമല്ലോ. പക്ഷേ ഇതിനാകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ടില്ലേ, നല്ലതായിട്ടുള്ള അപ്പമുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മേടിച്ച് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എളുപ്പത്തിന് ചില ദിവസങ്ങളിലൊക്കെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വെള്ളത്തിലിടാനോ ഒന്ന് സമയം കിട്ടാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേർ കണ്ടില്ലേ, കുഞ്ഞാവ് അവിടെ പോയിരുന്ന് എന്തൊക്കെയോ മെനെടുത്തോണ്ടൊക്കെ ഇരിക്കുകയാണ്. പൊന്നുവിൻ്റെ കൂട്ടത്തിൽ പോയി കൊണ്ടുപോയിരുത്തിയാണ് കേട്ടോ. പൊന്നുമാണ് മെയിനായിട്ട് കുഞ്ഞാവിനെ നോക്കണം കേട്ടോ. അപ്പോൾ അവളുടെ ഇപ്പോൾ കിടന്നുറങ്ങാമെന്ന് വെച്ചാൽ അതുപോലും പൊന്നുവിനെ സമ്മതിക്കില്ല. പൊന്നുവിൻ്റെ മുടി പിടിച്ച് വലിക്കലും ഒക്കെ ആയിട്ട് അങ്ങനത്തെ കുറേ ലൊട്ടുകൾക്ക് പരിപാടികളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഇഫ്താർ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. ദുആയിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.